വെച്ചു ബാഗ് എടുത്തുണ്ടോ? ആ ടൂൾസ് ഒക്കെ ഉള്ള ഐസ് ഉണ്ടോ ചേച്ചി? ഐസ് ഉണ്ടെങ്കിൽ ഐസ് കൂടെ എടുത്തുണ്ടോ? എന്താ പരിപാടി എന്നറിയോ? വണ്ടിയുടെ കോൾഡ് സ്റ്റാർട്ടാ. ഇങ്ങനെ ഈ കോൾഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അതല്ല, അത് സ്റ്റാർട്ടാകാതെ കിടക്കുന്ന എൻജിൻ ഐസ് ഇട്ട് തണുപ്പിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കോൾഡ് സ്റ്റാർട്ട്. ഐസ് എടുത്തിട്ടുണ്ടോ? അടിച്ച് അത്ര ഐസ് മതി. വെള്ളം വേണ്ട വേണ്ട, ഐസ് മതി. അതാ ഗേറ്റ് അടച്ചോ കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി. ഇതാണ്, നമുക്ക് നേരെ അങ്ങോട്ട് കയറാം. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ അവസ്ഥയെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ പണിയാനായിട്ട് കൊണ്ടുവന്നതാണ് തോന്നുന്നു കേട്ടോ. പിന്നെ അത് കിടന്ന് ഇഷ്യൂസായിപ്പോയി. വണ്ടി ദാരുണ അവസ്ഥയിലാണ് കേട്ടോ. പൊടിയൊക്കെ പിടിച്ച് വണ്ടിയുടെ 2 ഹെഡ്ലൈറ്റാണ് കേട്ടോ. മോഡിഫൈ ചെയ്ത് 2 ഹെഡ്ലൈറ്റ് ആക്കിയേക്കുന്നത്. ഇവരൊരു പണിയാനിട്ടേക്കുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മാറ്റി നല്ല അടിപൊളിയാക്കും. അതുപോലെ തന്നെ കുറേ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് അവർ ഇട്ടിരുന്നതാണ്. ആണ് കേട്ടോ. ബാറ്ററി അങ്ങോട്ട് അതിൻ്റെ വണ്ടിയുടെ ബാറ്ററി ഇരിപ്പുണ്ട്. ഡൗൺ ആയിരിക്കും മിക്കവാറും. മുഴുവൻ പൊടിയൊക്കെ പിടിച്ച് നശിച്ചിരിക്കുക. ഡോർപാടാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. ഈ ഡോർപാട് അല്ലോ, ഡോർപാട് കഴിഞ്ഞ് സീറ്റും എല്ലാം പോയിരിക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ബാറ്ററി എടുത്ത് കണക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇത് വണ്ടി ജിപ്സി 1000 ആണെങ്കിലും അതിൻ്റെ കാർബറേറ്റർ ജിപ്സിയുടെ അല്ല കേട്ടോ. ഇത് വേറെ ഏതോ വണ്ടിയുടെ കാർബറേറ്ററൊക്കെ ജസ്റ്റ് കയറ്റി വെച്ചേക്കുക. ജിപ്സിയുടെ കാർബറേറ്ററിൻ്റെ ടോപ്പിലല്ല എയർ ഫിൽറ്റർ വരുന്നത്. അപ്പോൾ ഇത് അതായത് 1000-ൻ്റെ കാർബറേറ്ററിൻ്റെ ടോപ്പിലല്ല, 1000-ൻ്റെ കാർബറേറ്ററിൻ്റെ ടോപ്പിലല്ല, ജിപ്സി കാർബൺ 1.3-യുടെ ടോപ്പിലായിട്ട് വരുന്നുണ്ട്. എഞ്ചിന് 1000 എഞ്ചിൻ തന്നെ. ഇപ്പം നമ്മൾ ഇത്ര ലേറ്റ് ആയതുകൊണ്ട് തൽക്കാലം രാവിലത്തേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. കാരണം ഇവിടെ ഇരിക്കുന്ന ബാറ്ററിക്ക് ചാർജില്ല. നമ്മുടെ വണ്ടിയിൽ നിന്ന് ബാറ്ററി അഴിച്ച് ഇതിലോട്ട് വെക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം ഇതിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ഓണറെ ഞാൻ കോൾ ചെയ്തപ്പോഴും ആളിവിടെ ഇല്ല.
നമ്മൾ നാളെ രാവിലെ വന്നിട്ട് ഇതെന്താണെന്ന് നോക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വെച്ച് തന്നു വിട്ടാൽ കോൾഡ് സ്റ്റാർട്ടിനാന്ന് പറഞ്ഞിട്ട് ഐസ് തന്നു വിട്ടാൽ നമ്മൾ പറ്റിച്ചാൽ കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ അത് പറ്റിച്ചതാണെന്ന് അറിയുമ്പോൾ എന്താ സംഭവിക്കാമെന്ന് എനിക്കറിയത്തില്ല. തൽക്കാലം നമുക്ക് ആ തന്നു വിട്ടിരിക്കുന്ന ഈ ഐസ് എടുത്തിട്ട് നമുക്ക് ഇവിടെയുള്ള ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ആ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. നമ്മുടെ ഐസെല്ലാം വെള്ളമായി. ഈ ഒരു സമയം ആയിട്ട് കൂടി വെള്ളമായി. ഇപ്പം തൽക്കാലം നമുക്ക് ഈ തുമ്പയ്ക്ക് ഒഴിച്ചു കൊടുക്കാം ആ വെള്ളം. തുമ്പയ്ക്കൊന്നും അല്ല വീണത്, എന്നാലും കുഴപ്പമില്ല, തുമ്പ വലിച്ചെടുത്തോളും. ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും കോൾഡ് സ്റ്റാർട്ടും തണുപ്പായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നുള്ളത് മനസ്സിലാകുമ്പോൾ എന്താ സംഭവിക്കാമെന്നറിയില്ല, നമുക്ക് നോക്കാതെ. ഇവനെയാ ഈ വർക്ക്ഷോപ്പിൻ്റെ കാവൽ ഏൽപ്പിച്ചേക്കുന്ന ഇവനെയാ കേട്ടോ. നീ വന്നേ ഞാനിവിടെ വരികയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അവനും എന്നോട് വാലാട്ടുന്നത്. വേറെ എല്ലാവരുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവൻ ഭയങ്കര വേറെ എല്ലാവരുമൊക്കെ വരുന്നെങ്കിൽ ഭയങ്കര കുഴപ്പക്കാരനാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ പ്ലേസിലോട്ട് പോവാം. ഇന്ന് നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ വർക്ക്ഷോപ്പൊക്കെ പൊളിച്ചു തുടങ്ങി കേട്ടോ. പൊളിച്ചതേ ഈ ഒരു വരുവായി. ഒന്നുമില്ല, ഇങ്ങനെ പിടിച്ചാൽ മതി, ഇത് റെക്കോർഡിങ്ങാണ്. ഇനിയിപ്പം നമ്മൾ ഇത് ഇവിടെ താഴെ പിടി അവിടെ പിടിക്കില്ലേ, അവിടെ പിടിച്ച് പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റുക. അതേ പിടിച്ചത് ഇതേ പിടിച്ച് ഇങ്ങോട്ട് നിൽക്കുക, ഇങ്ങോട്ടാവും, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാം. ഇതൊക്കെ തന്നെ വീഡിയോ. നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ വന്നേ വീഡിയോ എടുക്കാനായിട്ട്. അത് കുഴപ്പമില്ല. നമുക്ക് ആദ്യം പെട്രോൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാവേ. പെട്രോൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് ബാറ്ററി അഴിച്ച് നമുക്കൊന്ന് ഇതിൽ കണക്ട് ചെയ്ത് നോക്കാം. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നിവിടെ ഈ പാച്ച് വർക്കൊക്കെ ചെയ്യുന്ന വർക്ക്ഷോപ്പായിരുന്നു. അപ്പോൾ ഇന്ന് അവർ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഫൈനൽ ടൈമിലാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോലും നമുക്ക് ടൈമില്ല. അതാണ് വലിയൊരു പ്രശ്നം വന്നത്. ഇപ്പം എടുക്കാൻ പോകണോ? അല്ലല്ലോ, പോടാ, മറ്റേ എടുത്തിട്ടോ, അന്നേരത്തേക്ക് റെഡിയാക്കാം. ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്തിട്ട് നീ എടുത്തോ. ബാറ്ററി വെച്ച് കേട്ടോ. ഇനി നമുക്കൊന്ന് ക്രാങ്ക് എടുത്ത് നോക്കാം സ്റ്റാർട്ട് ആവുന്നുണ്ടോ എന്നുള്ളത്. ജസ്റ്റ് നോക്കാം. ന്യൂട്രലിലോട്ടാക്കുകയാണ് വണ്ടി. ഫ്യൂല് വരുന്നുണ്ട്. അത് എനിക്ക് ഐഡിലിങ് ഐഡിലിങ് വാൽവില്ല, അത് പോയിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. സ്റ്റാർട്ടാവും.
ജസ്റ്റ് വണ്ടി ക്രാങ്ക് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എയർ ഫിൽറ്ററിലേക്ക് ഒരു സ്വല്പം പെട്രോൾ ഒഴിച്ച് നോക്കാം, എന്നിട്ട് സ്റ്റാർട്ട് ആകുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കാം. ഇത് നമ്മളൊരു വലിയ മെക്കാനിക്കൊന്നും അല്ല കേട്ടോ, ഇതിനുള്ള ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ട്, നിങ്ങളങ്ങ് ക്ഷമിക്കണം. ഇങ്ങനെ കാർബറേറ്ററിൽ നിങ്ങൾ ആരെങ്കിലും പെട്രോൾ ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് ഒഴിക്കാവുള്ളൂ കേട്ടോ. ബാക്ക് ഫയർ ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഫേസ് കിട്ടണോ? ഫേസ് എടുക്കണോ? ഇത് ലീക്ക് ഉണ്ടല്ലോ അല്ലേ? ഇത് എക്സോസ്റ്റ് ലീക്ക് ഉണ്ട്. ഇത് കംപ്ലൈൻറ്റ് കാർബറേറ്ററിൻ്റെ ഐഡിയൽ വാൽവിൻ്റെയാണ്. അപ്പോൾ ജസ്റ്റ് റീപ്ലേസ് ചെയ്യുമോ അല്ലെങ്കിൽ അവിടെ ആ ഭാഗം ഫ്രിഡ്ജിൽ പെട്രോൾ നിറച്ച് ഒന്ന് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്താൽ സ്റ്റാർട്ടാകും വണ്ടി. ജിപ്സി നമുക്ക് ഇവിടുന്ന് ഓടിച്ചുകൊണ്ട് പോകണമെന്നായിരുന്നു കേട്ടോ. അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ വർക്ക്ഷോപ്പ് പെട്ടെന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അപ്പോൾ ആദ്യം ഇവിടെ കിടക്കുന്ന ഈ പഴയ അംബാസഡർ കൊണ്ടുപോയിട്ട് അതിന് ശേഷം ജിപ്സി കൊണ്ടുപോകാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി കേട്ടോ. അംബാസഡർ മണ്ണിൽ ഉറച്ച് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ലോറി വെച്ച് തന്നെ ഹുക്ക് ചെയ്ത് അതിനെ അവിടെ നിന്ന് ഇളക്കി കേട്ടോ. ഇളക്കിയിട്ട് നമ്മളെല്ലാവരോടും കൂടി അത് തള്ളി തിരിച്ചിട്ട് അതിൽ ഹുക്ക് ചെയ്ത് നേരെ ടാർ റോഡിൽ കൂടെ ഓടിച്ച് അവരുടെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള പ്ലാനിലാണ് കേട്ടോ.
എടുക്കാനോ? എടാ നീ മാക്സിമം ബ്രേക്കിനോടല്ലേ? ഡോർ അടയ്ക്കണോടാ? KNK ഓട്ടോമൊബൈൽസ്. അപ്പോൾ ഈ കാറ് കൊണ്ട് അവിടെ കൊണ്ട് ഇട്ടിട്ട് തിരിച്ചു വരും കേട്ടോ. തിരിച്ച് വന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് ജിപ്സി കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നമ്മുടെ വണ്ടി തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ, ജിപ്സി കൊണ്ടുപോകാനായിട്ട്. കാറ് കൊണ്ടുപോയതുപോലെ തന്നെ ഹുക്ക് ചെയ്ത് കൊണ്ടുപോകാനാണ് കേട്ടോ. എല്ലാവരും കൂടി ഞങ്ങളത് വണ്ടി തിരിച്ചിട്ട് ഹുക്ക് ചെയ്യാനായിട്ടാണ്. അത്ര ഓടിച്ച് കയറില്ലടാ, ഇതേ വന്ന് കയറോടാ ഷീറ്റ്. സെൻട്രിൽ കിടന്ന സൈഡിൽ കിടണം. സെൻട്രിൽ പോയിട്ട് ബാങ്കത്തിനാടെ കിട്ടില്ല, പറഞ്ഞു എടാ. രണ്ട് പ്ലേറ്റേ കൂടെ ചേർത്ത് കെട്ടിക്കും. ഇതല്ലേ ആ ഹുക്കുണ്ടോ? ഞാനല്ല ചോദിച്ച ഹുക്ക് എവിടെ ഇരിക്കുന്നല്ലോ. ഭീകരാ, നീ മിണ്ടാതിരിക്കായിരുന്നല്ലേ? ഇന്ന് ഞാൻ ഓടിച്ചിട്ടുള്ളൂ ആകെ കാര്യം. ഈ വണ്ടി എന്തായാലും റീസ്റ്റോർ ചെയ്യുന്നുണ്ട് കേട്ടോ. റീസ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നൈസായിട്ട് റീസ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ ഉള്ളൊരു വീഡിയോ എന്തായാലും നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അടിപൊളി വീഡിയോ ആയിട്ട് ചാനലിൽ തുടർച്ചയായിട്ട് വീഡിയോസ് ഉണ്ടാവും, അടിപൊളി വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ താൽക്കാലികമായിട്ട് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ കാണാം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ശരി.